ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടേക്ക് സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അവിടെ നിന്ന് മുകളിലേക്കും താഴേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ താഴത്ത് അവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ബസ്സുകളിലാണ് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ അത് ഞങ്ങൾ ബസ് കയറി. ഈ കാണുന്ന താഴ്വരകളിലൊക്കെ സീസൺ അനുസരിച്ചിട്ട് സൂര്യകാന്തി, കടുക് അങ്ങനെയുള്ള പല കൃഷികളും ചെയ്യാറുണ്ട്. മുകളിലേക്ക് പോകുന്തോറും നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് ഒരു ചാർജ് ചെയ്യുന്നത് 60 രൂപയാണ്. താഴേക്കും മുകളിലേക്കും കൂടിയാണ് 60 രൂപ ചാർജ് ചെയ്യുന്നത്. ഒരു ചുരം കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ. അവിടേക്ക് 9 മണി മുതൽ രാവിലെ 9 മണി മുതൽ 4 മണി വൈകുന്നേരം 4 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ് സർവീസ് ഇടതടവില്ലാതെ സഞ്ചാരികളെ കൊണ്ടുപോകുന്നുമുണ്ട്. ഇപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. നല്ലോണം ആളുകളുണ്ട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നൊരു സ്ഥലം തന്നെയാണിത്. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ നിൽക്കും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല കോടമഞ്ഞും ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ചാരൂസിന് തൊപ്പി എടുക്കാൻ മറന്നു വേണ്ടിനി. അതുകൊണ്ട് ചാരൂസിനൊന്ന് ഷോള് തലയിലിട്ട് കൊടുത്തതാണ്. ഇങ്ങനെ ചുറ്റിലും നോക്കുമ്പം കോടമഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല തണുപ്പും ഉണ്ട്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ കൃഷ്ണനാണ്. ചുറ്റിലും കാടും പുൽമേടുകളൊക്കെ ആണെങ്കിലും കോടമഞ്ഞ് കാരണം ദൂരക്കാഴ്ചയൊന്നും കിട്ടുന്നില്ല. കാടും പുൽമേടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കടന്നു വരാനും ചാൻസ് ഉണ്ട്. ഈ വന്യമൃഗങ്ങളൊക്കെ കടന്നു വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന് ചുറ്റിലും അവർ വൈദ്യുത കമ്പികൾ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാരൂസിന് ഞാനൊന്ന് ഷോൾ മാറ്റി കൊടുക്കുകയാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധിക നേരം വെക്കുന്നില്ല, ചാറ്റൽ മഴയൊക്കെയാണ്, മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ വേഗം ഷോൾ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതാ കണ്ടോ, ഇവിടെ വൈദ്യുത കമ്പികൾ കൊണ്ട് ചുറ്റിലും അമ്പലത്തിന് ചുറ്റിലും ഉണ്ട് കേട്ടോ, കെട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ആനയൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ആനയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിലേക്ക് കയറി വരുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ മജന്ത രാജവംശമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് തോന്നുന്നത്. ചുറ്റിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയാണ് കേട്ടോ ബസ് വന്ന് നിൽക്കുന്നത്. ബസ് കയറാൻ ആളുകൾ നിൽക്കുകയാണ്. ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ്. ഈ ബസ്സിൽ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല. താഴത്തുനിന്ന് വന്ന ആളുകൾ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ. അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് വേഗം പോവുകയാണ്.
അപ്പോൾ ഇതാ ഒരു ആന വരുന്നുണ്ട് അവിടേക്ക്. ഇതെല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം കുടിക്കാൻ വരുന്നതാണ് പറഞ്ഞു കേട്ടത്. അവിടേക്ക് ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ ആളുകൾക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.